ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് SLC മാത്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് എൻ്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷനാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സെക്ഷൻ എ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ നമ്പേഴ്സ് ബിലോ ഈസ് എ ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 2, 5, 8 എക്സെട്ര. ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നാൽ അതിലുള്ള ടേം ആണോ എന്ന് നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യാം? ഫസ്റ്റ് ടേം നോക്കുക, കോമൺ ഡിഫറൻസ് നോക്കുക. ഓക്കെ, ഈ കോമൺ ഡിഫറൻസ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം എന്താണ് എത്ര റിമൈൻഡർ എന്ന് ചെക്ക് ചെയ്താൽ അതേ റിമൈൻഡർ വരുന്ന നമ്പേഴ്സ് ആണോ എന്ന് നോക്കിയാൽ മതി. ഇതിലിപ്പോൾ എന്താണ്, നമുക്ക് കോമൺ ഡിഫറൻസ് 3 ആണ്. അപ്പോൾ 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ റിമൈൻഡർ വരുന്നത്? ഇതിനൊക്കെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ആണ് റിമൈൻഡർ വരുന്നത്. അതുകൊണ്ട് ഏതിനാണോ 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ വരുന്നത്, അത് ആ ടേം ആയിരിക്കും ഇതിലെ എന്താണ് ഈ സീക്വൻസിലെ ടേം. അപ്പോൾ എന്താ 32ലാണ്. 32നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ആണ് റിമൈൻഡർ വരിക. അപ്പോൾ ആൻസർ 32 ആണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. The scores of 8 students in an exam are given below. 8 കുട്ടികളുടെ സ്കോർസ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ മീഡിയൻ സ്കോർ? മീഡിയൻ സ്കോർ കാണാനാണ് പറയുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്കോർസിന് എന്ത് ചെയ്യണം? അസെൻഡിങ് ഓർഡറിൽ ആദ്യം എഴുതണം. അത് തെറ്റിപ്പോകരുത്, അത് എഴുതാൻ മറന്നു പോകരുത്, ഡയറക്റ്റ് ആയിട്ട് പോയി എടുക്കരുത്. അസെൻഡിങ് ഓർഡറിൽ എഴുതുക. ഇനി അഥവാ ഈ ഓഡ് നമ്പേഴ്സ് ആണ് ഉള്ളതെങ്കിൽ, ഓഡ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സെന്ററിന്റെ സ്കോർ എഴുതിയാൽ മതി. പക്ഷെ ഇവിടെ ഈവൻ നമ്പേഴ്സ് ആണ്, 8 നമ്പേഴ്സ് ഉണ്ടല്ലേ. അപ്പൊ ഈവൻ നമ്പർ ആകുമ്പോൾ എന്ത് ചെയ്യണം? അസെൻഡിങ് ഓർഡറിൽ എഴുതിയതിന് ശേഷം അതിന്റെ മിഡിലായിട്ട് വരുന്ന 2 ടേമിന്റെ ആവറേജ് എടുക്കാം. ആവറേജ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? ടോട്ടൽ സം ചെയ്യുക, ബൈ 2 ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ 36ന്റെയും 14ന്റെയും സമ്മിന്റെ പകുതി എത്രയാണ് വരുന്നത്? 38. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the points below is on the line through 2, 5 പാരലൽ ടു ദ എക്സ് ആക്സിസ്? എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ് ആക്സിസിന് പാരലൽ ആയ ലൈനിന്റെ പ്രത്യേകത എന്തായിരിക്കും? അതിന്റെ y കോർഡിനേറ്റ് ഈക്വൽ ആയിരിക്കും. അതായത് എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ലൈനിന് എല്ലാ പോയിന്റിലും yന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. എക്സ് ആക്സിസിന് പാരലൽ ആണെങ്കിൽ y വാല്യൂ കോൺസ്റ്റന്റ്, y ആക്സിസിന് പാരലൽ ആണെങ്കിൽ x വാല്യൂ കോൺസ്റ്റന്റ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ് 2, 5 ആണ്. അപ്പൊ 5 എന്ന് y വാല്യൂ വരുന്നത് ഏതിനാണെന്ന് മാത്രം ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. 5 വരുന്നത് ഇതിനാണ്. അപ്പൊ എന്തായിരിക്കും? 0.5 ആണ് ആൻസർ വരിക. ഇത് ഒരിക്കലും പോയിന്റ് തെറ്റിപ്പോകരുത്, മാറിപ്പോകരുത്. എക്സിന് പാരലൽ ആണെങ്കിൽ y ആണ് കോൺസ്റ്റന്റ്, yക്ക് പാരലൽ ആണെങ്കിൽ x ആണ് കോൺസ്റ്റന്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The surface area of a sphere is 40 centimeters square. If it cut into 2 equal hemispheres, what would be the surface area of each in centimeter square? എന്താണ് തന്നിരിക്കുന്നത്? സർഫസ് ഏരിയ തന്നിട്ടുണ്ട്. എന്ത്? സ്ഫിയറിന്റെ സർഫസ് ഏരിയ തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ ഈക്വൽ ഹെമിസ്ഫിയർ ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ എന്താ കാണാൻ പറഞ്ഞത്? അതിന്റെ സർഫസ് ഏരിയ ആണ് കാണേണ്ടത്. അപ്പൊ നേരെ ഡയറക്റ്റ് ഹാഫ് ആക്കിയാൽ പോരാ. എന്താണ്? ഒരു സ്ഫിയറിനെ കട്ട് ചെയ്യുമ്പോൾ അതിന് എന്ത് വരും? അതിന്റെ ബേസിൽ ഒരു സർക്കിളും കൂടെ വരും ഏരിയ. അപ്പൊ ഈ സ്ഫിയറിന്റെ സർഫസ് ഏരിയ എത്രയാണോ അതിന്റെ പകുതി പ്ലസ് ഈ ഒരു ഏരിയയും കൂടെ വരും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 40 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ തന്നിട്ടുണ്ട്. അപ്പൊ എന്തറിയണം നമുക്ക്? സ്ഫിയറിന്റെ സർഫസ് ഏരിയന്റെ ഇക്വേഷൻ അറിയണം. ഇക്വേഷൻ എന്താ? 4πr² ആണ്. അപ്പൊ ഹെമിസ്ഫിയറിന്റെ ഏരിയ എന്തായിരിക്കും വരിക? ഈ ഇതിന്റെ ഹാഫ് ആക്കുമ്പോഴുള്ള 2πr² വരും, പ്ലസ് അതിന്റെ ബേസ് കട്ട് ചെയ്ത ഭാഗത്ത് ഒരു വെറും πr². നമുക്ക് സർക്കിളിന്റെ ഏരിയ എന്താണ്? πr². അപ്പൊ ഈ 2πr² പ്ലസ് πr² എന്താണ്? സെമി സർക്കിളിന്റെ ഹെമിസ്ഫിയറിന്റെ സർഫസ് ഏരിയ എന്ത് വരും? 3πr² വരും. 4πr² 40 ആയതുകൊണ്ട് എന്തായിരിക്കും? 4 × πr² അല്ലെ. അപ്പൊ 4 × ഈ πr² എന്ന് പറയുന്നത് എന്തായിരിക്കും? 10 ആയിരിക്കും അല്ലെ. πr² 10 കിട്ടി. അപ്പൊ 3πr² കാണാൻ എന്ത് ചെയ്താൽ മതി? 3 × 10 ചെയ്താൽ 30 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ആൽജിബ്രായിക് ഫോം ഓഫ് an arithmetic sequence is xn equal to 4n plus 1. In this sequence, how much more than the 10th term is the 15th term? 10th ടേമിനേക്കാൾ എത്ര കൂടുതലാണ് 15th ടേം എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അതിന്റെ അരിത്തമെറ്റിക് സീക്വൻസ് ഇതിന്റെ കോമൺ ഫോം എന്താ പറഞ്ഞത്? xn equal to 4n plus 1. അപ്പൊ x 10 എന്താണ്? 4 × n പകരം നമ്മൾ 10 കൊടുക്കുക, 41 ആണ്. അപ്പൊ x 15 എന്താണ്? 4 × 15 plus 1 61. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്നാ ചോദിക്കുന്നത്. അതല്ല, ഇതിനേക്കാളും 15ത്തിനേക്കാൾ 10ത്തിനേക്കാൾ എത്ര കൂടുതലാണ് 15th എന്ന് ചോദിച്ചത്. അപ്പൊ എന്താണ്? ഇതിൽ നിന്ന് എത്ര കൂടിയെന്നാ കണ്ടുപിടിക്കണ്ടേ. അപ്പം 61 - 41 20 ചെയ്താൽ മതി. ഇത് വേറെ മെത്തേഡിലും ചെയ്യാം. ഇതാണ് നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഈ മെത്തേഡ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അടുത്ത നോക്കാം. 6th question. What are the x coordinates of the points where the graph of the polynomial p of x equal to x² - 6x plus 8 cuts the x axis?
ഞാൻ ചോദിക്കുമ്പോൾ എന്താ എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എന്താ കണ്ടുപിടിക്കേണ്ടത്? എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റിൽ നമുക്ക് പി ഓഫ് എക്സ് തന്നിട്ടുണ്ട്. പി ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 8. ഇതിന് എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പി ഓഫ് എക്സ് 0 ആയിരിക്കും. വൈ വാല്യൂ എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റിൽ എന്തായിരിക്കും? വൈ വാല്യൂ 0 ആയിരിക്കും. എക്സ് ആക്സിസിൽ ഫുൾ എന്താണ്? വൈ വാല്യൂ 0 ആണ്. അപ്പൊ ഈ പി ഓഫ് എക്സ് 0 ആവുമ്പോൾ എക്സ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 8 ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. ഇതിനെ നമുക്ക് എന്തായിരിക്കും എഴുതാം? ഈക്വൽ വരുന്ന പോലെ ഇതിനെങ്ങനെ മാറ്റി എഴുതാം? ഇവിടെ എന്റെ വാല്യൂ 1 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താം? ആഡ് ചെയ്യുമ്പോൾ -6ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8ഉം കിട്ടുന്നത് പോലെ നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 4 ആണ് വരിക. എന്താണ്? ആഡ് ചെയ്യുമ്പോൾ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ -6 ആവണം, എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ 8 ആവണം. അപ്പൊ -2 -4 നമുക്ക് കുറച്ചെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും എയും ബി എങ്ങനെയാ വരികയാണ്. അപ്പൊ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 4 ഈക്വൽ ടു 0 എന്ന് വരും. ഇങ്ങനെ വന്നാൽ എക്സിന്റെ വാല്യൂസ് എങ്ങനെയായിരിക്കും? ഇത് -2 ആയതുകൊണ്ട് എക്സിന് +2 വരും, ഇത് -4 ആയതുകൊണ്ട് 4 വരും. അപ്പൊ എക്സിന്റെ വാല്യൂ 2ഉം 4ഉം ആവുമ്പോഴാണ് എന്ത് വരിക? ഇതിനെ എക്സ് ആക്സിസ്, ഈ ഒരു ലൈന് ഇതിനെ എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുക. ഓക്കെ, ഇതേ സാധനം നമുക്ക് വേറെ എങ്ങനെ അഥവാ ഇങ്ങനെ കിട്ടാൻ പ്രയാസമുള്ളവരാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ പഠിച്ച ഈ ഇക്വേഷൻസ് ഇല്ലേ, എക്സ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് √b² - 4ac/2a വെച്ച് ചെയ്യാം. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ഇത്രയും സമയം അതിന്റെ മുകളിൽ കളയാണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇക്വേഷൻ ഓഫ് എ ലൈൻ ഈസ് 2x മൈനസ് y ഈക്വൽ ടു 0. റീഡ് ദ ഫോളോയിങ് സെന്റൻസസ് ഗിവൺ ബിലോ. എന്തൊക്കെയാ സെന്റൻസ് തന്നത്? 1, 2 ഈസ് എ പോയിന്റ് ഓൺ ദിസ് ലൈൻ. 2, 1 is a point on this line. The point where the line cut x-axis is 1, 0. The y-coordinate of each point on this line is twice the x-coordinate. Now choose the correct answer. ഇതിൽ ഏതാണ് ശരിയായത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എന്താ ഇക്വേഷൻ? എന്താ? 2x മൈനസ് y ഈക്വൽ ടു 0 എന്നാണല്ലേ ഇക്വേഷൻ. അപ്പൊ 2x മൈനസ് y ഈക്വൽ ടു 0 എന്ന് പറയുമ്പം എക്സിന് 0 കൊടുത്തു നോക്കുക. അപ്പൊ y എന്താ വരുന്നത്? y 0 ആണ്. എക്സിന് 1 കൊടുക്കുമ്പോഴോ y എന്താ വരുന്നത്? y 2 അല്ലേ വരുന്നത്? y ഈക്വൽ ടു 2x ആണ്. ഇതിപ്പോ 2x മൈനസ് y ഈക്വൽ ടു 0 നമ്മൾ മാറ്റിയിട്ട് 2x ഈക്വൽ ടു y എന്ന് എഴുതിയാണ്. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? എക്സിന് കൊടുത്ത് y കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ഇതിലത്തെ പോയിന്റ്സ് കിട്ടും. എങ്ങനെയാണ്? 0 ആകുമ്പോൾ 0, അപ്പൊ 0 0 ആണ്. പിന്നെ 1 ആകുമ്പോൾ 2 വരുന്നുണ്ട്. അങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ എന്താണ് ഇതിന്റെ പ്രത്യേകത? എക്സിന്റെ ഡബിൾ ആണല്ലേ y. അപ്പൊ എന്താണ്? നമുക്കിതിൽ ഏതാ ശരിയായിട്ടുള്ള ആൻസർ നോക്ക്. 1,2 ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്തായി? എക്സിന്റെ ഡബിൾ അല്ലേ y, എക്സിന്റെ ഡബിൾ ആണ് y അല്ലെ. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്തപ്പോ 1, 2 കിട്ടിയില്ലെങ്കിലും നമുക്ക് എന്താണ്? ഇതിപ്പോ 2 ആണെങ്കിൽ ഇത് 4 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താ? ഇത് 2 ആണെങ്കിൽ ഇത് 4. അങ്ങനെ ആ വരുന്ന ടേംസ് എല്ലാം എന്താണ്? ആ പോയിന്റ് ഒക്കെ എന്താണ്? ഈ ലൈനിലുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ശരിയാണെന്ന് മനസ്സിലായി. പിന്നെ എന്താ? 2, 1 എന്നുള്ള ഈ ടേം ആയിരിക്കോ? ആയിരിക്കില്ല, കാരണം എക്സിന്റെ ഡബിൾ ആണ് y വേണ്ടത്. ഇത് പകുതിയാണ് അല്ലെ, അപ്പൊ അത് തെറ്റാണ്. പിന്നെന്താ? പോയിന്റ് വേർ ദ ലൈൻ കട്ട് എക്സ് ആക്സിസ് ഈസ് 1, 0 അല്ല, എക്സ് ആക്സിസ് 1, 0 കട്ട് ചെയ്യില്ല. കാരണം എന്താണ്? എക്സ് 0 ആകുമ്പോൾ എന്താണ്? വൈയും 0 തന്നെയാണ് വരുന്നത് അല്ലെ. അപ്പൊ എവിടെയായിരിക്കും കട്ട് ചെയ്യുന്നത്? ഒറിജിനിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതും തെറ്റാണ്. പിന്നെന്താ? വൈ കോർഡിനേറ്റിന്റെ വാല്യൂ എല്ലാ പോയിന്റിലും, ഈ ലൈനിലുള്ള എല്ലാ പോയിന്റിലും എവിടെയാണ്? ട്വൈസ് ദ എക്സ് കോർഡിനേറ്റ്. അതല്ല നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചത്. ട്വൈസ് ദ എക്സ് കോർഡിനേറ്റ് ആണ് വൈന്റെ വാല്യൂ. വൈ ഈക്വൽ ടു ട്വൈസ് ദ എക്സ് കോർഡിനേറ്റ്. അപ്പം ഇതും ശരിയാണ്. അപ്പൊ ഏതാണ് ശരിയായ ആൻസർ വരിക? 1ഉം 4ഉം ശരിയാണ് എന്നാണ് വരിക. ഏതാ? 1ഉം 4ഉം ശരിയാണ്. ഓപ്ഷൻ ബി. ഓക്കെ, അടുത്തത് നോക്കാം. റീഡ് ദ 2 statements below. In a triangle with angles 50 degree, 60 degree, 70 degree, the ratio of the side is sin 50, sin 60 is to sin 50 is to sin 60 is to sin 70. അടുത്ത സെന്റൻസ്. The length of each side of a triangle is the product of the sine of the opposite angle and the diameter of the circumcircle. എന്താണ് circumcircle? എന്താ ചോദിച്ചാൽ സി. എന്താണ് ഇതിന്റെ ആൻസർ? എന്താ വരുന്നത്? ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. ഞാൻ ഓപ്ഷൻസ് എഴുതിയില്ല കേട്ടോ. ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ദ റീസൺ ഓഫ് സ്റ്റേറ്റ്മെന്റ് 1. രണ്ടും ശരിയാണ്. ഇതിന്റെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ കാരണമാണ് എന്ത്? റീസൺ ഓഫ് സ്റ്റേറ്റ്മെന്റ് 1. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിന്റെ റീസൺ ആണ്. എന്താ പറഞ്ഞ? ഒരു ട്രയാങ്കിളില്
എന്താ സൈഡ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സൈനിന്റെ റേഷ്യോ ആയിരിക്കും. ഈ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സൈനിന്റെ റേഷ്യോ ആയിരിക്കും. അതാണ് സെന്റൻസ് ആയിട്ട് അടുത്തതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ സെക്ഷൻ ബി നോക്കാം. ഇൻ ദ ഫിഗർ O ഈസ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ. സർക്കിളിന്റെ സെന്റർ O ആണ്. ഒരു പോയിന്റ് മാർക്ക് ചെയ്താൽ, ഈ സർക്കിളിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു പോയിന്റ് മാർക്ക് ചെയ്താൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഫോൾസ് ഇൻസൈഡ് ദ ഷെയ്ഡഡ് പാർട്ട്. ഇപ്പൊ ഷെയ്ഡഡ് റീജിയന്റെ ഉള്ളിൽ വരാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്താൽ മതി, നമുക്ക് ഈ സെക്ടറിന്റെ ഏരിയ ആണ് ശരിക്കും ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്. പക്ഷെ എന്താണ്, സെക്ടർ തന്നെയാണ് മൊത്തം അല്ലെ. അപ്പൊ നമുക്ക് അതിൽ കോൺസ്റ്റന്റ്സിന് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. കോൺസ്റ്റന്റ് എന്തൊക്കെയാണ്, റേഡിയസ് കോൺസ്റ്റന്റ് ആണ്, ഇതിന്റെ ഇക്വേഷൻ ഏരിയന്റെ ഇക്വേഷൻ പൈ കോൺസ്റ്റന്റ് ആണ്, റേഡിയസ് ഒക്കെ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതിലൊന്നും എടുക്കുന്നില്ല. ആകെ എന്താ വ്യത്യാസം വരിക, എന്താ ഈ ആംഗിൾ മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഷെയ്ഡഡ് പോർഷന്റെ ആംഗിളും മൊത്തം സർക്കിളിന്റെ മൊത്തം ആംഗിളും തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിച്ചാൽ മതി. ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ എത്രയാണ്, 360 ഡിഗ്രി ആണ് അല്ലെ. ഷെയ്ഡഡ് പോർഷനിൽ ഇവിടെ 30 ഡിഗ്രി ഉണ്ട്, ഇവിടെ 30 ഡിഗ്രി ഉണ്ട്. അപ്പൊ ആകെ എത്ര ഭാഗം ഉണ്ട്, 60 ഡിഗ്രി ഇതിന്റെ ഉണ്ട്. അപ്പൊ ഇതിന്റെ റേഷ്യോ ആണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഷെയ്ഡഡ് പോർഷൻ ഇതിന്റെ 60, മറ്റ് ടോട്ടൽ 360. അപ്പൊ 1/6 ആണ് ആൻസർ വരിക. ഓക്കെ, അടുത്ത നോക്കാം. The fifth term of an arithmetic sequence is 70 and the ninth term is 50. Okay, എന്തൊക്കെ തന്നിട്ടുണ്ട്, ഫിഫ്ത്ത് ടേം 70 ആണെന്നും നയൻത്ത് ടേം 50 ആണെന്നും തന്നിട്ടുണ്ട്. ഓക്കെ, ഇൻ ദിസ് സീക്വൻസ് ബൈ ഹൗ മച്ച് ഡസ് ഈച്ച് ടേം ഡിക്രീസസ് വെൻ ദ പൊസിഷൻ ഇൻക്രീസ് ബൈ 1. അതായത് എന്താണ്, അഞ്ചാമത്തെ ടേം 70യും 9ാമത്തെ ടേം 50 എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്, മുന്നോട്ട് പോകുമ്പോൾ അടുത്തടുത്ത ടേം വരുന്നതിനനുസരിച്ച് എന്താണ്, കുറഞ്ഞാണ് വരുന്നത്. അപ്പൊ ഓരോ പൊസിഷൻ കുറയുമ്പോഴും എത്ര വാല്യൂ കുറയുന്നു എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, കോമൺ ഡിഫറൻസ് ആണ്. എത്രയാണ് അതിന്റെ ഡി എന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അറ്റ് വാട്ട് പൊസിഷൻ ഡസ് ദ ടേം 0 ഒക്കർ ഇൻ ദിസ് സീക്വൻസ്. ഈ സീക്വൻസിൽ എത്രാമത്തെ ടേം ആണ് 0 എന്നും കണ്ടുപിടിക്കണം. ഓക്കെ, ഡി ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് A5 70 ആണെന്നറിയാം, A9 50 ആണെന്നും അറിയാം. ഓക്കെ, ആ ക്വസ്റ്റ്യനിൽ തന്നതാണല്ലോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല് A5ഉം A9ഉം അറിയുന്നത് കൊണ്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര ഉണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. അഞ്ചാമത്തെ ടേം കഴിഞ്ഞ് 9ാമത്തെ ടേമിലേക്ക് എത്ര തവണ ഡി വന്നിട്ടുണ്ടാവും, 6, 7, 8, 9, 4 തവണ ഡി വന്നല്ലോ. അപ്പൊ 4D എന്ന് പറയുന്നത് എന്താണ്, ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര 20, 20. അപ്പൊ ഇതാണ് 50 - 70 ആണ്, മറന്നു. ഇതാണ് നമ്മളെ ലാസ്റ്റ് ടേം. ഓക്കെ, അപ്പൊ 50 - 70 എത്ര വരുന്നത്, -20 ആണ് 4D. അപ്പൊ ഒരു ഡി എന്ന് പറഞ്ഞാൽ -20/4 -5. അതായത് ഓരോ തവണ 5 വെച്ചിട്ടാണ് ഡിക്രീസ് ചെയ്യുന്നത്. പക്ഷെ ക്വസ്റ്റ്യനിൽ -5 എന്നല്ല ആൻസർ നമ്മൾ എഴുതേണ്ടത്. എന്താണ്, എത്രയാണ് കുറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഡിക്രീസസ് ബൈ 5 എന്നാ പറയാ, ഡിക്രീസസ് ബൈ -5 എന്ന് പറയരുത്. അപ്പൊ ആൻസർ തെറ്റും. ഓക്കെ, ഡിക്രീസസ് ബൈ 5 ആണ്, 5 വെച്ചിട്ട് കുറയുന്നു എന്നേ പറയാൻ പാടുള്ളൂ. ഓക്കെ, ഇനി എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്, 0 എവിടെയാണോ എത്രാമത്തെ ടേം ആണെന്ന് കണ്ടുപിടിക്കണം. 50, അപ്പൊ 0 ആവാൻ എത്ര കുറയണം, 9th ടേം ഉണ്ട് 50 ആണ്. ഇനി 50 കുറഞ്ഞാലല്ലേ 0 ആവുക. അപ്പൊ എത്ര ഡി ആണ് 50 എന്ന് കണ്ടുപിടിച്ചാൽ പോരെ. അപ്പൊ എന്ത് ചെയ്യണം, 10 ടൈംസ് 5 കുറയണം അല്ലെ. 10 ടൈംസ് 5 കുറഞ്ഞാലാണ് എന്താവുക, 50 കുറയുക. അപ്പൊ 9th ആണ് ഇത് 50. ഓക്കെ, പിന്നെ ഒരു 10th. അപ്പൊ 8 തവണ ഇതിൽ നിന്ന് ഡി കുറയണം. അപ്പൊ എന്ത് വരും, 9 + 10 19th ടേം ആയിരിക്കും 0. ഓക്കെ, ഒന്നെങ്കിൽ ഇത് നമുക്ക് ലോജിക്ക് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, ഓർ അത് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, A1 = എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. പിന്നെ AN = 0 എന്ന് പറഞ്ഞിട്ട് ANന്റെ ഇക്വേഷൻ ഇല്ലേ, A + n - 1 × D എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ANന് പകരം 0 കൊടുത്താൽ നമുക്ക് ഇത് സോൾവ് ചെയ്തിട്ട് N = 19 എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ചിലപ്പോൾ കുറെ അധികം ടേം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കാം. അങ്ങനത്തെ കേസിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കാം. അതായത് ഇത് വേറെ ഒന്നുമില്ല, ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കുക, പിന്നെ Nന് പകരം N തന്നെ കൊടുക്കുക. ഡി നമുക്ക് ഓൾറെഡി അറിയാം, ഇക്വേഷനിൽ ഡയറക്റ്റ് കൊടുത്തിട്ട് സോൾവ് ചെയ്യാനേ ഉള്ളൂ. നിങ്ങൾക്ക് എളുപ്പമുള്ള മെത്തേഡ് ഏതാന്ന് വെച്ചാൽ അതിൽ ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, 3-digit numbers are formed using cards with the numbers 2, 3, 5 written on them. Okay, how many such numbers can made? ആകെ അങ്ങനെ എത്ര നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് സച്ച് നമ്പർ ഈസ് ഈവൻ? അത് ഈവൻ നമ്പർ ആവാനുള്ള പോസിബിലിറ്റി എന്താണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് സച്ച് നമ്പർ ഈസ് മൾട്ടിപ്പിൾ ഓഫ് 5? 5ന്റെ മൾട്ടിപ്പിൾ ആവാനുള്ള
ചാൻസ് എന്തൊക്കെയാണ്? 3 ഡിജിറ്റ് നമ്പേഴ്സ് എന്തൊക്കെയാണ്? കാർഡ്സിന്റെ 2, 3, 5 എന്നുള്ള നമ്പേഴ്സുള്ള കാർഡ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ വെച്ചിട്ടുള്ള എത്ര മാക്സിമം നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും? അതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ എഴുതാം? 2നെ കോൺസ്റ്റന്റ് ആക്കി വെച്ച് മറ്റേ 2 എക്സ്ചേഞ്ച് ചെയ്ത് എഴുതുക. എളുപ്പത്തിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. വിട്ടു പോകാൻ പാടില്ല. നിങ്ങൾ അതിൽ നിന്ന് കൗണ്ട് ചെയ്യുമ്പോൾ പിന്നെ ആൻസർ തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ 2നെ ഒന്നിനെ കോൺസ്റ്റന്റ് ആക്കി വെക്കുക, മറ്റേ 2 പൊസിഷൻ മാറ്റി എഴുതുക. പിന്നെ ഫസ്റ്റ് പൊസിഷനിൽ 3നെ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് മറ്റേ 2നെ എക്സ്ചേഞ്ച് ചെയ്ത് എഴുതുക. പിന്നെ ഫസ്റ്റിൽ 5നെ വെച്ചിട്ട് മറ്റേ 2 എക്സ്ചേഞ്ച് ചെയ്ത് എഴുതുക. അപ്പൊ എന്താണ്, നമുക്ക് ഇത്ര ഇതിന് പോസിബിലിറ്റീസ് ഉള്ളൂ അല്ലെ? ഫസ്റ്റ് നമ്പറിൽ 3 ഏതെങ്കിലും ഒന്നല്ലേ ആവുള്ളൂ, മറ്റേ 2ന് ഇങ്ങനെയും പൊസിഷൻ മാറാനുള്ള ഓപ്ഷൻസേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആകെ 6 പോസിബിലിറ്റീസ് ആണുള്ളത്. അപ്പൊ ആകെ എത്ര നമ്പർ ഉണ്ടാക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ ആൻസർ 6 നമ്പേഴ്സ് ആണ്. ഇനി എന്താ ഫസ്റ്റത്തെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് സച്ച് നമ്പർ ഈവൺ ആവാനുള്ള പോസിബിലിറ്റി? പ്രോബബിലിറ്റി എന്ന് വെച്ചാൽ ഈവൺ ആവാന്ന് വെച്ചാൽ എൻഡിലുള്ള 2 വരുമ്പോൾ മാത്രമല്ലേ ഈവൺ ആവുള്ളൂ. എൻഡിൽ 2 വരുന്ന 2 നമ്പേഴ്സ് ആണുള്ളത്. അപ്പൊ 2 ടോട്ടൽ ചാൻസ് 6 ആണ്. അപ്പൊ 2/6 ഈക്വൽ ടു 1/3. പിന്നെ എന്താ ചോദിച്ചേ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി? അതൊരു മൾട്ടിപ്പിൾ ഓഫ് 5 ആവണമെങ്കിൽ എന്തായിരിക്കണം? എൻഡിലെ നമ്പർ എന്തായിരിക്കണം? 5 ആയിരിക്കണം. അത് ഇത് മനസ്സിലാക്കാനുള്ള അത് മാത്രമേ ഉള്ളൂ, വേറെ കാര്യമായിട്ട് അതിലൊന്നുമില്ല. അപ്പൊ 5 എൻഡിൽ വരുന്നത് 2 എണ്ണാണുള്ളത്. അപ്പൊ 2/6 സെയിം തന്നെ 1/3. ഓക്കെ. A box contains 6 black beads and 4 white beads, and another box contains 7 black and 8 white beads. Okay. In how many ways can a pair of beads can be chosen, one from each box? ഒരു ബോക്സിൽ 2 ബോക്സ് ഉണ്ട്. അതിൽ ഒരു ബോക്സ് അതിൽ എന്തുണ്ട്? 6 ബ്ലാക്ക് ബീഡ്സും ഉണ്ട്, 4 വൈറ്റ് ബീഡ്സും ഉണ്ട്. പിന്നെ വേറൊരു ബോക്സിൽ 7 ബ്ലാക്കും ഉണ്ട്, 8 വൈറ്റും ഉണ്ട്. ഇതിൽ ഹൗ മെനി വേസ് ക്യാൻ എ പെയർ ഓഫ് ബീഡ്സ് ക്യാൻ ബി ചോസൺ ഓൺ വൺ ഫ്രം ഈച്ച് ബോക്സ്? 2ന്ന് ഓരോ ബീഡ്സ് വീതം എടുക്കുമ്പോൾ എത്ര പെയേഴ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ എത്ര പെയേഴ്സ് ഉണ്ടാക്കാം എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിലെ ടോട്ടൽ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഒന്നില് ഫസ്റ്റത്തേല് 6ഉം 4ഉം കൂടെ ആകെ 10 എണ്ണം ഉണ്ട്, രണ്ടാമത്തേല് 7ഉം 8ഉം കൂടെ 15 എണ്ണം ഉണ്ട്. ടോട്ടൽ വേസിൽ എത്ര കണ്ടുപിടിക്കുന്നത്? എന്താണ്? ടോട്ടൽ 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 10 × 15 150 വേസ്. ഓക്കെ. പ്രോബബിലിറ്റി, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ബ്ലാക്ക്? 2ഉം ബ്ലാക്ക് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? എങ്ങനെ കണ്ടുപിടിക്കാം? 2ഉം ബ്ലാക്ക് ആവാന്ന് പറഞ്ഞാൽ 2ലെയും ബ്ലാക്കിന്റെ എണ്ണം ഉണ്ടല്ലോ. ഒന്നിൽ 6 ബ്ലാക്ക് ഉണ്ട്, മറ്റേൽ 7 ബ്ലാക്ക് ഉണ്ട്. അപ്പം 6 × 7 അതാണ് 2ഉം 6 ബ്ലാക്ക് ആവാനുള്ള പ്രോബബിലിറ്റി. അത് ബൈ ടോട്ടൽ പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ 150 എണ്ണം എടുക്കുന്നതില് അതില് മുകളിൽ 2ഉം എത്രയാണോ ടോട്ടൽ വരുന്നത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 6 × 7 42 വേസിൽ വരും 2ഉം ബ്ലാക്ക് ആവാനുള്ളത്. അപ്പോൾ 42/150 ആണ് അതിന്റെ പ്രോബബിലിറ്റി. ഓക്കെ. ഇനി അടുത്ത എന്താ? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് അറ്റ്ലീസ്റ്റ് 1 ഈസ് വൈറ്റ്? അതിൽ 2 എണ്ണം ബ്ലാക്ക് ആവുന്നത് ഒഴികെ ബാക്കിയെല്ലാം എന്താണ്? അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും വൈറ്റ് ആയിരിക്കുമല്ലോ. 2 എണ്ണം ബ്ലാക്ക് ആവുമ്പോൾ മാത്രമല്ലേ അതിൽ വൈറ്റ് ഇല്ലാതിരിക്കൂ. അപ്പൊ എന്താ? ടോട്ടൽ 150 ആണ് പ്രോബബിലിറ്റി. അതിലെ 2ഉം ബ്ലാക്ക് ആവുന്ന 42 ഒഴികെ, അതിനാണ് 150 - 42 ചെയ്യുന്നത്. അതൊഴികെ ബാക്കിയെല്ലാം. അപ്പോൾ 150 - 42 108 ബൈ ടോട്ടൽ 150. ഓക്കെ. 108/150 എന്ന് വരും. അടുത്ത് നോക്കാം. ദ സെക്കൻഡ് ടേം of an arithmetic sequence is 5 and the sum of the first 6 terms is 60. What is the sum of the second and fifth terms? What is the fifth term? What is the sum of the first 15 terms? Okay, ഇത്രയും കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. നമുക്ക് എന്താണ് പഠിച്ചത്? നമ്മൾ പ്രോപ്പർട്ടി പഠിച്ചത് ഒരേ പൊസിഷന്റെ നമ്പർ കൂട്ടുമ്പം സെയിം വരുന്ന എല്ലാത്തിന്റെയും സമ്മ് സെയിം ആയിരിക്കും. അതായത് 1ഉം 6ഉം 7 ഇതും കൂട്ടുന്നതും 2ഉം 5ഉം ഈ 2 പൊസിഷനിലുള്ള കൂട്ടുന്നതും 3ഉം 4ഉം ഇത് കൂട്ടുന്നതും ഇതൊക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും സമ്മ് വരിക. ഓക്കെ. അങ്ങനത്തെ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ എന്താണ്? ഓൾ ദീസ് പെയേഴ്സ് ഈക്വൽ ആവുമ്പോൾ എന്താണ്? ഇതിന്റെ മൊത്തം കൂട്ടിയാൽ എന്താ വരുന്നത്? 60 ആണ് വരുന്നത് പറഞ്ഞിട്ട്. സെക്കൻഡ് ടേം ഓഫ് അങ്ങനെയല്ല. സെക്കൻഡ് ടേം ഓഫ് an arithmetic sequence is 5 and the sum of first ആദ്യത്തെ 6 ടേംസിന്റെ സം എന്താണ് തന്നിട്ടുണ്ട്? 60 ആണ് തന്നിട്ടുണ്ട്.
അപ്പം A1+A2+A3 A4 A5 A6 എല്ലാത്തിൻ്റെയും കൂടെ സമ്മ് 60 ആണ്. ഇതിൽ നമുക്ക് എത്ര പെയർ ഉണ്ട്? ഒരേ സമ്മ് വരുന്ന 3 പെയർ ഇല്ലേ? ഒരു പെയർ, 2 പെയർ, 3 പെയർ. ഓക്കെ, അപ്പൊ 3 പെയറിന്റെ A1+A6 എന്ന് പറയുന്നതും A2 ഇതൊക്കെ എന്താണ്? ഈ പെയറൊക്കെ സെയിം ആണ്. സെയിം ആകുമ്പോൾ ഈ 3 പേർക്കുമായിട്ട് ഈ 60 ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്താണ്? A1+A6 എന്ന് പറഞ്ഞാലും 20 ആണ്. 60/3 20 ആണ് വരിക. A2+A5 എന്ന് പറഞ്ഞാലും 20 ആണ് വരിക. A3+A4 എന്ന് പറഞ്ഞാലും 20 ആണ് വരിക. എന്നാലേ ഉള്ളൂ എന്ത്? 20+20+20 ഇത് 60 ആവുള്ളൂ. ഓക്കെ, നമ്മളോട് അപ്പൊ ക്വസ്റ്റ്യൻ എന്തെങ്കിലും ചോദിച്ചേ, വാട്ട് ഈസ് ദ സം ഓഫ് സെക്കൻഡ് ആൻഡ് ഫിഫ്ത്ത് ടേം എന്നല്ലേ? സെക്കൻഡ് ആൻഡ് ഫിഫ്ത്ത് ടേം അപ്പൊ എന്താണ്? 20 നമുക്ക് കിട്ടി. ഓക്കെ, വാട്ട് ഈസ് ദ ഫിഫ്ത്ത് ടേം? ഈ ഫിഫ്ത്ത് ടേം എന്താണ്? കണ്ടുപിടിക്കണം. A2+A5 20 ആണെന്ന് കിട്ടിയിട്ടുണ്ടല്ലോ. നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്? സെക്കൻഡ് ടേം 5 ആണെന്ന് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ 5+A5 എന്ന് പറഞ്ഞാൽ 20 ആണെങ്കിൽ A5 എത്ര ആയിരിക്കും? 15 ആയിരിക്കില്ലേ? ഓക്കെ, പിന്നെന്താ? സം ഓഫ് ഫസ്റ്റ് 15 ടേംസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അതിന് നമുക്ക് എന്തുണ്ട്? 15 ടേംസ് എന്ന് പറഞ്ഞാൽ അതിന്റെ സെന്ററിലുള്ള നമുക്ക് സമ്മ് കാണാനുള്ള ഒരു ഇക്വേഷൻ എന്താണ്? 8th ടേം, അതിന്റെ സെന്ററിലുള്ള ടേം ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ടേംസ്. ആകെ എത്ര ടേംസ് ഉണ്ടോ അതിന്റെ എണ്ണത്തിനെ സെന്ററിലുള്ള ടേം കൊണ്ട് ഇൻറ്റു ചെയ്താൽ എന്ത് കിട്ടും? അതിന്റെ ടോട്ടൽ സമ്മ് കിട്ടും. ഓക്കെ, അപ്പൊ A2 5 ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. A5 15 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? A8 കണ്ടുപിടിക്കാലോ. A2 5 ആണ്, ഇത് 15 ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര D വന്നു? A3 4 5 3 D ആണ് എന്ത്? 15. അപ്പൊ അല്ല, 3 D ആണ് എന്ത്? 5 to 15 ആവും 10. 3 D ആണ് 10 വരുന്നത്. അപ്പൊ എന്താണ്? A8 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? A5 കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3 D കൂട്ടിയാൽ മതിയല്ലോ. ഓക്കെ, D ഡയറക്റ്റ് നമുക്ക് ആവശ്യമില്ല. A5 കഴിഞ്ഞ് A6 A7 A8 പിന്നെ ഒരു 3 D കൂട്ടിയാൽ എന്താവും? 3 D നമുക്ക് ഓൾറെഡി 10 ആണ് കിട്ടി. അപ്പൊ 25. A8th ടേം എന്താ വരിക? 25. അപ്പൊ സം ഓഫ് ഫസ്റ്റ് 15 ടേംസ് എന്ന് പറഞ്ഞാൽ ഈ 8th ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. അപ്പൊ 25 × 15 = 375 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ദാറ്റ് ലീവ്സ് റിമൈൻഡർ 3 or 8 when divided by 10. ഓക്കെ, എന്താണ് 3യോ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്നുകിൽ 3 അല്ലെങ്കിൽ 8ഓ റിമൈൻഡർ ആയിട്ട് കിട്ടുന്ന സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എഴുതാനാ പറഞ്ഞത്. അപ്പൊ 3യോ 8ഓ ആണെങ്കിൽ ഒന്ന് 3 എന്താ 3 ആയിരിക്കും, പിന്നെ 8. ഓക്കെ, 10 കൊണ്ട് 10ന്റെ ചെറുതല്ലേ. അപ്പൊ പിന്നെ എന്തായിരിക്കും വരിക? ഓരോ തവണ 10 കൊണ്ടാ ഡിവൈഡ് ചെയ്യുന്നത് അല്ലെ. അപ്പോ റിമൈൻഡർ ഇത് രണ്ടും വരുന്ന പോലെ +10 ചെയ്ത് എഴുതാനേ ഉള്ളൂ 5 വെച്ചിട്ട്. ഓക്കെ, 3 വരും, 8 വരും, 13 18 വരും, 23 28 വരും, 33 38 വരും, എക്സെട്ര. ഓക്കെ, വാട്ട് ഈസ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് എനി ടേം ഓഫ് ദി സീക്വൻസ് ബൈ 5? ഇതിൽ ഏതെങ്കിലും ഒരു ടേമിനെ 5 കൊണ്ട് റിമൈൻഡർ ഡിവൈഡ് ചെയ്താൽ എന്താ റിമൈൻഡർ വരിക? 3 തന്നെ വരും അല്ലെ. നമുക്ക് വേറെ നോക്കാനൊന്നുമില്ല. ഓക്കെ, പിന്നെന്താ? പ്രൂവ് ദാറ്റ് ദിസ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, നമ്മളോട് പ്രൂവ് ചെയ്യാനാ പറയുന്നത്. അപ്പൊ എന്താണ്? 3 8 13 18 ഇങ്ങനെയാണല്ലോ പോണത്. ഒരു കോൺസ്റ്റന്റ് റിമൈൻഡർ നമുക്ക് എന്താണ്? ഇതിന്റെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് എന്തുണ്ട്? ഒരു D ഉണ്ട്, കോമൺ ഡിഫറൻസ് ഉണ്ട് അല്ലെ. 5 ആണ് കോമൺ ഡിഫറൻസ് വരുന്നത്. പിന്നെ ഇതിലെ എല്ലാ ടേംസിനെയും ആ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് ആയിട്ട് ഒരു റിമൈൻഡർ കിട്ടുന്നുണ്ട്. അപ്പൊ ഒരു കോൺസ്റ്റന്റ് റിമൈൻഡർ വെൻ ഡിവൈഡഡ് ബൈ 5 ഇംപ്ലൈസ് ദാറ്റ് ദിസ് സീക്വൻസ് ആസ് എ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് 5 ഉണ്ട്. അങ്ങനെ വരുന്ന ഒരു സീരീസ് എന്തായിരിക്കും? അരിത്തമെറ്റിക് സീരീസ് ആണ്. അതിന്റെ ഫസ്റ്റ് ടേം 3ഉം കോമൺ ഡിഫറൻസ് 5ഉം ആണ്. ഓക്കെ, ഹെൻസ് പ്രൂവ്ഡ് എന്നും കൂടെ എഴുതാട്ടോ. ഹെൻസ് പ്രൂവ്ഡ്. പ്രൂവ് ദാറ്റിന്റെ എല്ലാ ക്വസ്റ്റ്യൻസിന്റെ എൻഡിൽ ഹെൻസ് പ്രൂവ്ഡ് എഴുതണം, നിർബന്ധമാണ്. ഓക്കെ, the table below gives 49 persons classified according to their weight. 49 പേഴ്സൺസിന്റെ വെയിറ്റ് ക്ലാസ് ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഓക്കെ, they are lined up according to their weight. The weight of the person at which position is taken as the median. ഏത് പൊസിഷനിൽ വരുന്ന ആളുടെ വെയിറ്റ് ആണ് മീഡിയൻ ആയിട്ട് എടുക്കാൻ പറ്റുക. അക്കോർഡിംഗ് ടു ദ അസംഷൻസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ദ മീഡിയൻ, വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ദ 22nd person? കാൽക്കുലേറ്റ് ദ മീഡിയൻ വെയിറ്റ്. ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ഗ്രൂപ്പായിട്ട് തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിന്റെ ആവറേജ്, അതിനെ നമുക്കൊരു
ഇതിന്റെ താഴെ ഉള്ളത് നമ്മളിപ്പോ 30 to 40 എന്ന് പറഞ്ഞാൽ 14 ബിലോ ഉള്ളത്, പിന്നെ അതടക്കാണ് നമുക്ക് എന്ത് വരിക 15 ബിലോ ഉള്ളത് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, അതിൽ വരുന്നതും തൊട്ടടുത്ത ഗ്രൂപ്പിൽ വരുന്നതും, പിന്നെ 16 ബിലോ എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പിൽ വരുന്നതും അടുത്തതും, അങ്ങനെ നമ്മൾ സം ചെയ്ത് ഓരോന്നിന്റെയും ബിലോ ഉള്ളത് എത്ര ആളാന്ന് എഴുതി വെക്കാം. ഓക്കെ, അതിന്റെ അകത്ത് നിന്ന് വേണം നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ, ടോട്ടൽ ആകെ നമുക്ക് ആകെ എത്ര പേരുണ്ട് എന്ന് പറഞ്ഞ് 49% അല്ലെ. അപ്പൊ അതിന്റെ മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എത്രാമത്തെ ആളായിരിക്കും, ഈ എങ്ങനെ കണ്ടുപിടിക്കുക, ഈ ഓഡ് നമ്പേഴ്സ് ആകുമ്പോൾ അത് +1/2 ചെയ്താൽ മതി. അപ്പൊ 49 + 1/2 എന്ന് പറഞ്ഞാല് 50/2 25 എന്ന് വരും. ഈ 25th പൊസിഷനിലുള്ള ആളാണ് എന്ത് മീഡിയൻ വെയിറ്റ് കണ്ടുപിടിക്കേണ്ടത്, അയാളാണ് അതിന്റെ സെന്ററിൽ വരുന്ന ആള്. ഓക്കെ, പിന്നെ അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യണം, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ, അക്കോർഡിംഗ് ടു ദ അസംഷൻസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ദ മീഡിയൻ വാട്ട് ഈസ് ദ വെയിറ്റ്, ഈ 22nd വെയിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഓക്കെ, 22nd എന്ന് പറയുന്നത് ഇതിൽ ഏത് ഗ്രൂപ്പിലാ പെടുന്നത് നോക്കുക. 21 വരെ എന്താണ് ബിലോ 60 ആണ് അല്ലെ. 22 എന്ന് പറഞ്ഞാൽ എന്താ, ഏഴ് എത്തിപ്പോയി, അത് 60 അബവ് ആണ്, പക്ഷെ 70ന്റെ താഴെയാണ്. ഓക്കെ, ആ ഗ്രൂപ്പിലേക്ക് പോയി. അപ്പോൾ എന്താ നോക്കേണ്ടത്, നമ്മൾ അസംഷൻസ് പ്രകാരം അങ്ങനെ ഒരു ഗ്രൂപ്പ് വരുമ്പം ഇതിലത്തെ എന്താ 10 kg വെയിറ്റ്, അതായത് ഈ 16 17 ഇടയിൽ 10 kg ആണല്ലോ ഉള്ളത്, 31 to 21 ഈ 10 kg ഡിഫറൻസ് ഉള്ള 10% ഉണ്ട്. ഓക്കെ, അപ്പൊ ഓരോരുത്തർക്കും നമ്മൾ എന്ത് ചെയ്യണം, ഈ 10 kg നമ്മൾ ഈ 10 പേർക്ക് വീതിച്ചു കൊടുക്കും. അപ്പൊ ഒരാൾക്ക് എത്ര വരും, 1 kg വരും. ഒരു സബ് ഡിവിഷൻ ഒരാൾക്ക് 1 kg വരും. അപ്പൊ അതിൽ ഒരാളത് നമ്മൾ ആകെ 1 kg എന്ന് പറയുന്നത് ആവറേജ് ആണ്. അപ്പൊ ഒരാൾക്ക് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം, അതിന്റെ ആവറേജ് എടുക്കണം. അപ്പൊ ഒരാളെ വെയിറ്റ് എന്ന് പറയുന്നത് 60 കഴിഞ്ഞാൽ പിന്നെ അതിന്റെ 1 kgന്റെ ഹാഫ് 60 + 0.5, അതാണ് നമ്മുടെ അസംഷൻസ് വരുന്നത്. അസംഷൻ പ്രകാരം എങ്ങനെയാ വരുന്നത്, ആകെ നമ്മൾ ഈ സബ് ഡിവിഷൻ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പം ഓരോരുത്തർക്കും ഓരോ ആള് കൂടുമ്പോഴും ഇതിന്റെ ആവറേജ് ആയിട്ട് അതിന്റെ പകുതിയാണ് എടുക്കേണ്ടത്. ഇവിടെ എത്രയാണോ നമ്മൾ ഡിവൈഡ് ചെയ്ത് കിട്ടുന്നത് അതിന്റെ പകുതിയാണ് ഓരോന്ന് ഈ 60നോട് ആഡ് ചെയ്ത് പോകേണ്ടത്. അപ്പൊ 60.5 61.5 62.5 അങ്ങനെയാണ് ആഡ് ചെയ്യുക. അപ്പൊ എന്താ 22nd വെയിറ്റ് എന്ന് പറഞ്ഞാൽ 21st കഴിഞ്ഞിട്ട് ഇതിന്റെ ഹാഫ് അസംഷൻ പ്രകാരം ഈ 1 കിട്ടിയ 1ന്റെയും ഹാഫ്, അപ്പൊ 60.5 kg എന്ന് വരും. ഓക്കെ, പിന്നെ മീഡിയൻ വെയിറ്റ് ഈസ് വെയിറ്റ് ഓഫ് 25th നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ കാൽക്കുലേറ്റ് ദ മീഡിയൻ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്താൽ മതി, 25th വെയിറ്റ് കണ്ടുപിടിച്ചാൽ മതി. 22nd വെയിറ്റ് നമുക്ക് ഓൾറെഡി അറിയാലോ. 22nd വെയിറ്റ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചെത്ര 60.5, അതായത് 60.5. പിന്നെ ഓരോരുത്തർക്കും എത്ര വരിക, 1 വെച്ചിട്ടാണ് ആഡ് ആവുക. അപ്പൊ 22nd കഴിഞ്ഞാൽ പിന്നെ 23rd 24th 25th, അപ്പൊ 3 times അത്. പക്ഷെ ഈ ഹാഫ് അല്ല കൂട്ടിപ്പോണ്ടത്, ഈ 1 തന്നെയാണ് കൂട്ടേണ്ടത്. ഈ ആവറേജ് എന്താണോ വന്നത് ആ 1 ആണ് നമ്മൾ ഇതിനോട് കൂട്ടേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിനോട് കൂട്ടുമ്പം 60.5 + 3 എന്ന് വരും. അതെന്താ വരിക 63.5 kg.